Hi friends, ഇന്ന് വന്നിട്ടുള്ളത് എംബോസിംഗ് പാഡ് എങ്ങനെ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളൊരു വീഡിയോ ആയിട്ടാണ്. എംബോസിംഗ് പാഡ് എന്തിനാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളത് എല്ലാവർക്കും അറിയണ്ടാവും. എന്നാൽ അറിയാത്തവർക്ക് വേണ്ടി ഒന്നുകൂടെ പറയാം. ഇതുപോലെ നമ്മൾ ഫ്ലാറ്റ് ആയിട്ട് കട്ട് ചെയ്തെടുക്കുന്ന ഫ്ലവേഴ്സിനൊക്കെ ഒന്ന് എംബോസ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എംബോസിംഗ് പാഡ് ഉപയോഗിക്കുന്നത്. ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഫ്ലവേഴ്സിനൊക്കെ ഒരു ഒറിജിനാലിറ്റി കിട്ടും. അപ്പോൾ ഇത് നമ്മൾ ടാഗ്സിൽ യൂസ് ചെയ്യാറുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ കാർഡ് മേക്കിങ്ങിലും ഒക്കെ നമുക്കിത് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒന്നാണ്. വലിയ ഫ്ലവേഴ്സിനാണ് നമുക്ക് ഇങ്ങനെ ചെയ്തെടുക്കേണ്ടതെന്നുണ്ടെങ്കിൽ കട്ടിയുള്ള സ്പോഞ്ച് എടുത്താൽ മതി. പക്ഷേ ചെറിയ ഫ്ലവേഴ്സിന് നമുക്ക് സ്പോഞ്ചിൽ ചെയ്യുമ്പോൾ അത്രയും പെർഫെക്റ്റ് ആയിട്ട് കിട്ടുന്നില്ല. ഒരുപാട് സാധനങ്ങൾ വെച്ചിട്ട് ഞാനിങ്ങനെ എംബോസ് പാഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഒന്നിലും നമുക്ക് ഫ്ലവേഴ്സ് അങ്ങനെ ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് വന്നില്ല. അപ്പോൾ സ്മാൾ ഫ്ലവേഴ്സിന് ഏറ്റവും ബെസ്റ്റായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇതുപോലത്തെ ഫോം ഷീറ്റ് വെച്ച് ചെയ്യുമ്പോഴാണ്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത് 25 രൂപയുടെ ഒരു ഫോം ഷീറ്റാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് ഇതുപോലെ നമുക്ക് എത്ര വീതിയും വലിപ്പം ഒക്കെ നമുക്ക് എത്ര വേണ്ടെങ്കിൽ ആ ഒരു സൈസിന് നമ്മളിതുപോലെ കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഞാൻ 25 രൂപയുടെ ആ ഒരു ഷീറ്റിനെ 10 പീസാക്കിയിട്ടാണ് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൽ ഞാൻ ഒരു ഷീറ്റിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് 5 ഇതുപോലത്തെ 5 സ്ക്വയർ പീസാണ് എടുത്തിട്ടുള്ളത്. അത് ഇതുപോലെ ഗ്ലൂ ഗണ്ണ് വെച്ചിട്ട് സൈഡ്സ് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുക. ഗ്ലൂ എപ്പോഴും സൈഡിൽ അപ്ലൈ ചെയ്താൽ മതി, നടുക്കൊന്നും അപ്ലൈ ചെയ്യരുത്. കാരണം നമുക്കിത് കുഴിഞ്ഞു പോകണം. നമ്മൾ എംബോസ് ചെയ്യാന്ന് പറയുമ്പോൾ നമ്മൾ ആ ഫ്ലവർ വെച്ച് ചെയ്യുമ്പോൾ നമുക്കിത് ആ ഫ്ലവർ ഇങ്ങനെ താഴേക്ക് പോയാലേ നമുക്കത് കറക്റ്റായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ സൈഡിൽ മാത്രം ഗ്ലൂ അപ്ലൈ ചെയ്താൽ മതി. സൈഡിൽ മാത്രം ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് നമ്മൾ 5 ഷീറ്റാണ് ഒട്ടിച്ചെടുത്തിട്ടുള്ളത്. എന്നിട്ട് നമുക്ക് ഈ ഫോം പാഡിൻ്റെ സൈഡൊക്കെ ഒന്ന് ക്ലീൻ ആക്കി കൊടുക്കാം. കാരണം നമ്മൾ പെർഫെക്റ്റായിട്ട് മെഷർമെൻറ്റ് എടുത്തിട്ടൊന്നും അല്ല കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തിട്ട് ഒട്ടിച്ചെടുത്തതാണ്. അപ്പോൾ നമുക്ക് ഈ വക്കൊക്കെ ഒന്ന് ശരിയാക്കി കൊടുക്കാം. ആദ്യം ഇതുപോലൊരു ഫോം പാഡ് ഉണ്ടാക്കിയിരുന്നു. അപ്പോൾ ഇത് വർക്കാവുമെന്ന് അറിയാത്തതുകൊണ്ട് ഞാൻ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ ഞാൻ ഫ്ലവേഴ്സ് ഉണ്ടാക്കുമ്പോഴൊക്കെ ഇതാണ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം നല്ല യൂസ്ഫുള്ളായി തോന്നിയതുകൊണ്ടാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. സിമ്പിളായിട്ടാണ് നമ്മളിത് ഉണ്ടാക്കിയെടുക്കുന്നത്. ഇപ്പോൾ നമ്മൾ 25 രൂപയുടെ ഷീറ്റ് വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 2 എണ്ണം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ഒരു പാഡിന് നമുക്കൊരു 15 രൂപയുടെ ഉള്ളിലേ ചിലവ് വരുന്നുള്ളൂ. പിന്നെ ഈ എഡ്ജൊക്കെ നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് കട്ട് ചെയ്തിട്ട് ശരിയാക്കി കൊടുക്കാം. അപ്പോൾ ഞാൻ ഈ ഒരു കോർണറൊക്കെ ഒന്ന് റൗണ്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ചെയ്താൽ മതി കേട്ടോ. നമുക്ക് ജസ്റ്റ് നമ്മൾ കാര്യം നടക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പാഡ് മാത്രം മതി. കാരണം നമുക്ക് ആ ഫ്ലവർ ഒന്ന് എംബോസ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഒരു കാണാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഇങ്ങനെയൊക്കെ വക്കൊക്കെ ഒന്ന് ശരിയാക്കി കൊടുക്കുന്നുണ്ട് മാത്രം. ഇതിൽ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഗ്ലൂ അപ്ലൈ ചെയ്യുമ്പോൾ നടുക്കൊന്നും ആവരുത്. സൈഡിൽ മാത്രം അപ്ലൈ ചെയ്താൽ മതി. നടുക്കായി കഴിഞ്ഞാൽ നമ്മൾ എംബോസ് ചെയ്യുന്ന സമയത്ത് ആ ഒരു ഭാഗം ഹാർഡായിട്ടാണ് ഉണ്ടാവുക. അപ്പോൾ നമ്മൾ എംബോസ് ചെയ്യുന്ന സമയത്ത് അവിടെ അങ്ങ് കുഴിഞ്ഞു പോകില്ല, അവിടെ അങ്ങനെ ഹാർഡായിട്ട് നിൽക്കും. അപ്പോൾ നമ്മൾ ഈ ഫ്ലവർ ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്കത് ശരിയായിട്ട് കിട്ടില്ല. അപ്പോൾ അതെപ്പോഴും ശ്രദ്ധിക്കുക. ഇനി നമുക്കിത് എങ്ങനെ വർക്കാവുന്നതെന്ന് നോക്കാം. അപ്പോൾ ആദ്യം നമ്മൾ ഫ്രീ ഹാൻഡായിട്ടോ അല്ലെങ്കിൽ പഞ്ച് വെച്ചിട്ടൊക്കെ നമുക്ക് ഫ്ലവേഴ്സ് ഇഷ്ടമുള്ള അത്രയും കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് ഡോട്ടിങ് ടൂൾ വെച്ചിട്ട് നമ്മൾ ഇതിൻ്റെ പെറ്റൽസൊക്കെ ഒന്ന് ഡ്രോ ചെയ്ത് കൊടുക്കണം. അപ്പോൾ പെറ്റൽസ് എങ്ങനെ വേണ്ടി വെച്ചാൽ അതുപോലെ നമുക്ക് ഡോട്ടിങ് ടൂൾ വെച്ച് ഡ്രോ ചെയ്ത് കൊടുക്കാം. ഇനിയിപ്പോൾ ഡോട്ടിങ് ടൂൾ ഇല്ല വിചാരിച്ച് ചെയ്യാതിരിക്കൊന്നും വേണ്ട. നമുക്ക് മഷി കഴിഞ്ഞ പെന്നുണ്ടാവില്ലേ, അപ്പോൾ അത് വെച്ചിട്ടൊക്കെ നമുക്കിതുപോലെ ഡ്രോ ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ആ ഫ്ലാറ്റ് ആയിട്ടുള്ള ഫ്ലവറിനും അതുപോലെ തന്നെ ആ ലീഫിനൊക്കെ ഒരു ചേഞ്ച് വരും. കാരണം എംബോസ് ആയിട്ടുള്ളൊരു ചേഞ്ച് വരുമ്പോൾ തന്നെ നല്ലൊരു ഭംഗിയാണ്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റിലൂടെ ചോദിക്കുക. Thank you.